സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ഭാഗ്യം നിറഞ്ഞു തുളുമ്പുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം വലിയ അളവിൽ അവരെ കടാക്ഷിക്കുന്നു. ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ട് ദുഃഖിതരായ ആളുകളാണെങ്കിലും ഇവർക്ക് പൊടുന്നനെയുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സമയമുണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ. ഇത് പലരും അറിയാറില്ല. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുമ്പോൾ ഇവർ സന്തോഷിക്കും. പെട്ടെന്നുള്ള താഴ്ചകൾ, നഷ്ടപ്പെടലുകൾ ഒക്കെ ഇവരെ വേദനിപ്പിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉയർച്ചകളും താഴ്ചകളും വരുന്നതെന്ന് മനസ്സിലാക്കാതെ ഓരോരുത്തർ ദുഃഖിക്കും. പക്ഷേ ചില നക്ഷത്രക്കാർ അവരുടെ നല്ല സമയം അവർ മനസ്സിലാക്കും. ആ നല്ല സമയം വരുമ്പോൾ അവർ ഈശ്വരപ്രീതി നടത്തും. അവർക്ക് ചെറിയ വീഴ്ചകൾ വന്നാൽ പോലും ഈശ്വരനെ നല്ല രീതിയിൽ പ്രീതിപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് ഇവർക്ക് വീഴ്ചകൾ വരുന്ന സമയം, അവരുടെ ജാതകത്തിലുള്ള ഗ്രഹദോഷ സമയം ഇവർക്ക് അനുഭവപ്പെടുകയില്ല. ഇവർ നേട്ടങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. മറ്റുള്ളവർ ഇവരുടെ വളർച്ച കണ്ട് ഞെട്ടിത്തെറിക്കും. ഈ നക്ഷത്രക്കാർ ഇനി മുതൽ ഭാഗ്യത്തിന്റെ നിറകുടമാകുന്ന അവസ്ഥകളാണ് വരുന്നത്. ഇവർ നല്ല രീതിയിൽ അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, നന്മ വരുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്തു പോയാൽ, പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും സൽക്രമങ്ങൾ, പുണ്യപ്രവൃത്തികൾ, ദാനധർമാദികളൊക്കെ അവരുടെ കഴിവിനനുസരിച്ച് ചെയ്തു പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ എത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നക്ഷത്രക്കാരിൽ പെടാത്ത ഇതിനു പുറമെയുള്ള 27 നക്ഷത്രക്കാരും ഇവർക്ക് ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഈശ്വര ഹിതമനുസരിച്ച് ജീവിതത്തിൽ ഈശ്വര ചൈതന്യം നിറയ്ക്കുന്ന ആളുകൾക്ക് എപ്പോഴും സമൃദ്ധിയാണ്, സന്തോഷമാണ്, ജീവിതത്തിൽ നേട്ടമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ മികച്ച ഉയർച്ചകൾ ഉണ്ടാക്കും. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ താങ്കൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ താങ്കൾക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഏറ്റവും അടുത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ള വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ശക്തി സ്വരൂപിണിയായി എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും പൂജയിലും പ്രാർത്ഥനയിലുമൊക്കെ നിറസാന്നിധ്യമായി എന്നും ചൈതന്യവത്തായി നിറഞ്ഞാടുന്ന ഭദ്രകാളി ദേവിയോടുള്ള അകപഴിഞ്ഞ സമർപ്പണത്തിൽ, പൂജയിൽ, പ്രാർത്ഥനയിൽ ഒക്കെ താങ്കളുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഉയർച്ചയ്ക്കും എല്ലാ ദുഃഖ നിവാരണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ വന്നു ചേരും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനായിട്ടുള്ള പ്രാർത്ഥന എന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വീണ്ടും താങ്കളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയും പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാഗ്യത്തിന്റെ നിറകുടമാകുന്ന നക്ഷത്രക്കാർ, ഇവർ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാർ എന്തു ചെയ്താലും അവരുടെ ജീവിതത്തിൽ നേട്ടമാണ്, ഉയർച്ചയാണ്. ഇവർക്ക് ഈശ്വരാധീനം അവരുടെ തലയ്ക്ക് മുകളിൽ നിന്ന് അനുഗ്രഹ വർഷം ചൊരിയുന്ന സമയമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇവർക്ക് ഈ അവസരം ഉപയോഗപ്രദമാകുന്നില്ലെങ്കിൽ അവർ വ്യാഴപ്രീതി നടത്തണം. അവർ കുടുംബക്ഷേത്ര ദർശനം നടത്തണം, വഴിപാടുകൾ സമർപ്പിക്കണം. മഹാവിഷ്ണു പ്രീതി എന്തുകൊണ്ടും ശ്രേഷ്ഠകരമാണ്. നവഗ്രഹ പൂജ ചെയ്തുകൊണ്ട് നവഗ്രഹ ദോഷ ശാന്തിക്ക് വേണ്ടിയുള്ള പരിഹാരം ഇവർക്ക് കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർ ഉണ്ടാക്കും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കും. അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണാം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. വളരെ നാളുകളായി ഇവർക്ക് നല്ല കാലമല്ലായിരുന്നു. എന്തു ചെയ്താലും ഒരു ഗതിയും ലഭിക്കാത്തൊരവസ്ഥ, ഉയർച്ചകൾ ഒന്നും 7 അയലത്ത് പോലും വരാത്ത സാഹചര്യം. ഇപ്പോൾ അതൊക്കെ മാറുന്നു. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ വലിയ മാറ്റമാണ് അവർക്കത് തോന്നും.
അവർ തന്നെ സന്തോഷത്തിന്റെ നിറകുടമാകും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥകൾ. കാരണം അവരുടെ ജീവിതം മാറിപ്പോയി. ജീവിതം നേട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കണം, ഈശ്വര പ്രീതി എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക. ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക. ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും മതാചാര ചടങ്ങുകൾ ചെയ്യുക. പ്രത്യേകിച്ചും അന്നദാനം പോലുള്ള മഹാദാനങ്ങൾ ചെയ്യുക. അതിലൂടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം പുണർദം. പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വിജയമാണ്. മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമയം. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഉയർന്ന വരുമാനം, സാമ്പത്തിക അഭിവൃദ്ധി, സ്വന്തമായ ഒരു ഭവനം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർ ജീവിത വിജയം നേടുന്ന സാഹചര്യം. ഇവർ ജീവിതത്തിൽ കഷ്ടപ്പാടുകളൊക്കെ മാറുന്നു. നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്ന സാഹചര്യം. കുടുംബ സമ്മതത്തോടുകൂടി നല്ലൊരു ബന്ധം ലഭിക്കുന്നു. അതിലൂടെ ഇവരുടെ ദാമ്പത്യ സൗഖ്യം വന്നു ചേർന്നു. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്ന സമയമാണ് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ എത്തിയിരിക്കുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പൂരം. പൂരം നക്ഷത്രക്കാർ അവരുടെ കഠിനമായ പരിശ്രമങ്ങൾ പണ്ട് പല രീതിയിലും ഉണ്ടായിരുന്നു. എന്നിട്ടും ഫലസിദ്ധി ഒന്നും ചേർന്നിട്ടില്ല. ഇപ്പോഴുള്ള ചെറിയ ഒരു പരിശ്രമത്തിന് പോലും വലിയ നേട്ടമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഫലവത്തായ ജീവിതം ഇവർക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കുന്നതിനും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായ ജീവിത രീതികൾ വന്നു ചേരുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. ഇവർ ജീവിത സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈശ്വരനിൽ അഭയം പ്രാപിക്കുക. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർ എന്തുകൊണ്ടും ഭാഗ്യം, അതായത് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവർ ജീവിത വിജയം നേടും എന്നുള്ളതിൽ തർക്കമില്ല. സാമ്പത്തികം എന്തിനും ഏതിനും വേണ്ടത് സാമ്പത്തികമാണ്. സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ വളരെ നാളുകളായി ഇവരെ തുണയ്ക്കുന്ന സമയമാണ്. ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം. അടുത്ത നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർ ജീവിതത്തിൽ മിന്നുന്ന വിജയം നേടുന്നു. ഇവർ കത്തിച്ചുലയ്ക്കും. ജീവിതം വലിയ വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്നു. ഇവർ മിന്നുന്ന വിജയത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർ ജീവിതം വലിയ നേട്ടത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യം വന്നു ചേരുന്നു. ഇവർ ഭാഗ്യത്തിന്റെ നിറകുടമാകുന്ന അവസ്ഥകളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകും. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.